അരോമാറ്റിക് കോമ്പൗണ്ടുകളിൽ ബെൻസീനോട് കോമ്പൗണ്ടിൽ മെയിനായിട്ട് നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസാണ്. ഇലക്ട്രോഫൈൽസാണ് കൂടുതലായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള. അതിൻ്റെ കാരണം സിമ്പിളാണ്. കാരണം ഈ ബെൻസീൻ റിങ്ങിൽ, ഇപ്പോൾ ബെൻസീൻ റിങ്ങാണ് എടുത്ത് നോക്കിയാൽ ഉള്ളിൽ കാണുന്ന ആ റിങ് ഒരു 6 ഇലക്ട്രോണിൻ്റെ ഒരു പൈറിങ്ങാണ്. എന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ റിച്ച് സെൻറ്ററാണ് കോമ്പൗണ്ട്. മാത്രമല്ല അത് പൈ ബോണ്ടായതുകൊണ്ട് അതിന് മറ്റ് റിയേജൻറ്റുകൾക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ബെൻസീനിൽ ഒരു E+ വന്ന് ചേരുന്നു. എന്നിട്ട് ആ എച്ചിനെ മാറ്റിയിട്ട്, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാറ്റി വേറൊന്ന് വരികയാണ്. H+നെ മാറ്റിയിട്ട് അവിടെ E+ വന്നത് അവിടെ E ആയിട്ട് അവിടെ ചേരും. ഇതൊരു ജനറലാണ്. ഇങ്ങനെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഹാലോജിനേഷൻ, അപ്പോൾ ഈയുടെ സ്ഥാനത്തൊരു ഹാലോജൻ ആയിരിക്കും, ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. നൈട്രേഷൻ, അപ്പോൾ NO2 ഗ്രൂപ്പ് വരും. സൾഫോണേഷൻ, അപ്പോൾ SO3 ഗ്രൂപ്പ് വരും. ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ എന്ന് പറഞ്ഞിട്ട് 2 റിയാക്ഷൻസ് ഉണ്ട്. അതും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് വരുമ്പോൾ പറയാം. ഇതിൻ്റെ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് മെക്കാനിസം എന്ന് വെച്ചാൽ, ഒരു റിയേജൻറ്റ് EZ എന്ന് പറഞ്ഞിട്ടൊരു റിയേജൻറ്റ്, അത് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ ഒക്കെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് E+ഉം Z- ആകുന്നു. E+ ഒരു ഇലക്ട്രോഫൈൽ, Z- ന്യൂക്ലിയോഫൈൽ. എന്നിട്ട് ആ ഇലക്ട്രോഫൈൽ ഈ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും. ആദ്യം അത് ആ പൈ ബോണ്ടിൻ്റെ മേലെ ആണ് ബോണ്ട് ചെയ്ത് കിടക്കുക, പൈ റിങ്ങിൻ്റെ മേലെ. അപ്പോൾ അതിനെ പൈ കോംപ്ലക്സ് എന്ന് പറയും. അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെയാണ്. ആ പൈ കോംപ്ലക്സിനെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. പൈ കോംപ്ലക്സ് ത്രൂ റെസണൻസ്. ഓക്കെ, അതിൽ ആ 3 ഡബിൾ ബോണ്ട് ഇപ്പം ഇല്ല റിങ്ങിൻ്റെ ഉള്ളിൽ, 2 ഉള്ളൂ. ആ 3ാമത്തെ ഡബിൾ ബോണ്ടാണ് ഈ ഇൻകമ്മിങ് ആയിട്ടുള്ള E+നോട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ E+ കൊണ്ടുവന്ന പോസിറ്റീവ് ചാർജ് റിങ്ങിൻ്റെ ഉള്ളിലെ ഈ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവിടുന്ന് ഉള്ള പൈ ബോണ്ട് പോയിട്ടാണ് ഇത് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോസിറ്റീവ് ചാർജും 2 ഡബിൾ ബോണ്ടും കൂടി വരുമ്പോൾ അവിടെ ഒരു ഡീലോക്കലൈസേഷൻ നടക്കും. അതിന് 3 സ്ട്രക്ചറുള്ള ഒരു റെസണൻസ് വഴി അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിരിക്കണം. ഇങ്ങനെ കാണിക്കാം. പോസിറ്റീവ് ചാർജ് ഒരു ഫുള്ളല്ലാത്ത ഒരു സർക്കിൾ പോലെ ഇട്ടിട്ടും കാണിക്കാം. ഇതൊരു റെസണൻസ് ഹൈബ്രിഡാണ്. സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന് ഈ പൈ കോംപ്ലക്സിനേക്കാൾ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ഇതിനെ സിഗ്മ കോംപ്ലക്സ് എന്നാണ് പറയുക. കാരണം ഇപ്പോൾ സിഗ്മ ബോണ്ടായി മാറി. ആദ്യത്തെ പൈ കോംപ്ലക്സ്, പിന്നെ സിഗ്മ കോംപ്ലക്സ്. ഇനി അതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പിൽ സിഗ്മ കോംപ്ലക്സ് നേരത്തെ EZ ഉണ്ടായിരുന്ന ആ Z- ഉണ്ടല്ലോ, ആ Z- ഈ Hനെ അങ്ങ് കൊടുക്കും. എന്നിട്ട് ആ ഡബിൾ ബോണ്ട് പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നോക്കിയേ, ഇത് ഇവിടെ വന്നു, HZ പുറത്ത് പോയി, സെഡിൻ്റെ കൂടെ ഒരു H കൂടി പോയി. അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഹാലോജിനേഷൻ ആണെങ്കിൽ ആ ഈയുടെ സ്ഥാനത്ത് നമ്മൾ Cl ആണ് വരിക. അതിന് കാറ്റലിസ്റ്റായിട്ട് ഫെറിക് ക്ലോറൈഡോ അലുമിനിയം ക്ലോറൈഡോ ഒക്കെ വരും. അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്. ഈ ബ്രോമിനാണെങ്കിൽ ഈ Br2 FeBr3യോട് കമ്പൈൻ ചെയ്ത് Br+ഉം BrFeBr3 ഇങ്ങനൊരു സ്പീഷീസ് ആവും. അതാണ് Z- പകരമുള്ളത്. E+ന് പകരമുള്ളത് ഈ Br+ ആണ്. ആ Br+ ആദ്യം എന്താണ് പൈ കോംപ്ലക്സ് ആവുന്നു.
പൈ കോംപ്ലക്സ് ത്രൂ റെസണൻസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ട് സിഗ്മ കോംപ്ലക്സ് ആവുന്നു. ആ സിഗ്മ കോംപ്ലക്സ് നിന്ന് H+ പോയിട്ട് ബ്രോമോ ബെൻസീനായിട്ട് മാറും. അപ്പോൾ ഇതിന് പകരം നൈട്രേഷൻ ആണെങ്കിൽ ഇത് നൈട്രിക് ആസിഡ് കേട്ടോ, HONO2 എന്ന് എഴുതിക്കുന്ന HNO3 തന്നെയാണ്. ഇതിൻ്റെ കാറ്റലിസ്റ്റ് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ E+ പകരം NO2+ വരും. സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് ഈ NO2+ ഉണ്ടായിരിക്കുന്നത്. ആ NO2+ റിങ്ങിൻ്റെ മേലെ അറ്റാക്ക് ചെയ്ത് പൈ കോംപ്ലക്സ് ആവുന്നു. പൈ കോംപ്ലക്സ് റെസണൻസ് ചെയ്യപ്പെടുന്നു. സിഗ്മ കോംപ്ലക്സ് എന്നിട്ട് ആ H+ റിമൂവ് ചെയ്തിട്ട് അത് നൈട്രോബെൻസീനായിരിക്കും. അതാണ് നൈട്രേഷൻ. സൾഫോണേഷൻ ആണെങ്കിൽ ഇത് ബെൻസീനും സൾഫ്യൂരിക് ആസിഡ് ആട്ടത് സൾഫ്യൂരിക് ആസിഡാണ്. H2SO4 എന്നുള്ളതിന് പകരം HOSO3H എന്ന് എഴുതിയെന്നേ ഉള്ളൂ. SO3H ആണ് അവിടെ ചേരുന്നത്. SO3 അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് പക്ഷെ നമ്മൾ കാണിക്കുക. SO3 അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ പൈ കോംപ്ലക്സായി ഇത് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ട് അങ്ങനെ വരികയാണത്. ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങും ആൽക്കൈൽ ഹാലൈഡും കൂടിയുള്ള റിയാക്ഷനാണ്. ഒരു കാറ്റലിസ്റ്റ് AlCl3 ആണ് സാധാരണ, അലുമിനിയം ക്ലോറൈഡ്. എന്നിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെ റിങ്ങിൽ ബോണ്ട് ചെയ്യപ്പെടും. ആൽക്കൈൽ ബെൻസീനാണ്. ഇപ്പോൾ CH3Cl ആണെങ്കിൽ ബെൻസീനും CH3Cl കൂടി AlCl3യുടെ പ്രസൻസിൽ ചേർന്നാൽ അത് ടൊളുവിനായിട്ട് മാറും. ആ CH3 ഗ്രൂപ്പ് റിങ്ങിൽ ചേരും. ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ മെക്കാനിസം നോക്കിയാൽ ഈ RCl-ഉം AlCl3 കൂടി റിയാക്ട് ചെയ്തിട്ട് R+ഉം AlCl4- ആവും. R+ റിങ്ങിൻ്റെ മേലെ വന്ന് ചേർന്ന് പൈ കോംപ്ലക്സ് ആവും ആദ്യം. പിന്നെ ത്രൂ റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഇറ്റ് ബിക്കം സിഗ്മ കോംപ്ലക്സ്. അതിൻ്റെ ഒരു റെസണൻസ് ഹൈബ്രിഡ് ആവും. എന്നിട്ടത് H+നെ AlCl4 വിട്ടുകൊടുത്ത് ഈ ആൽക്കൈൽ ബെൻസീനായിട്ട് മാറും. അതിൻ്റെ കൂടെ HCl-ഉം AlCl3 ഉണ്ടാകുന്നുണ്ട്. ഈ റിയാക്ഷൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കുറേ അരോമാറ്റിക് കോമ്പൗണ്ടുകളെ പുതിയ അരോമാറ്റിക് കോമ്പൗണ്ടുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഇനി ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഉണ്ട്. അവിടെ ഈ R-ന് പകരം RCO ആണ് ഈ ബെൻസീൻ റിങ്ങുമ്പോൾ ബോണ്ട് ചെയ്യുന്നത്. RCO. അപ്പോൾ ഇതൊരു കീറ്റോണായിട്ട് മാറും. അറൈൽ കീറ്റോണായിട്ട് മാറും. ഇപ്പോൾ ഒരുപാട് കോമ്പൗണ്ടുകളെ സിന്തൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യുന്നുണ്ട്, ഈ റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അസൈൽ ഗ്രൂപ്പ് എന്നാണ് ഈ RCO ഗ്രൂപ്പിനെ പറയുക. ഇപ്പോൾ ബെൻസീനും അസറ്റൈൽ ക്ലോറൈഡും CH3COCl-ഉം കൂടി റിയാക്ട് ചെയ്യുന്നു. AlCl3 അവിടെയും കാറ്റലിസ്റ്റ്. ഇതിൻ്റെ പ്രസൻസിൽ ഇത് അസറ്റോഫിനോണായിട്ട് മാറി. ബെൻസീനിൽ നിന്ന് അസറ്റോഫിനോൺ തന്നെ കീറ്റോണാക്കി മാറ്റിയെടുത്തു. ഇതിൻ്റെ മെക്കാനിസം ഇതുപോലെ തന്നെയാണ്. RCOCl-ഉം AlCl3 കൂടി കമ്പൈൻ ചെയ്തിട്ട് RCO+ ഉണ്ടാവും. RCO+ ആണ് റിങ്ങിൻ്റെ മേലെ ബോണ്ട് ചെയ്തിട്ട് സിഗ്മ കോംപ്ലക്സ് ഒക്കെ ആയിട്ട് മാറുന്നത്. എന്നിട്ട് അത് H+നെ റിമൂവ് ചെയ്ത് RCO ഗ്രൂപ്പ് ഇവിടെ ബോണ്ട് ചെയ്തായിട്ട് വരുന്നു. ഇത് രണ്ടും ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് കോമ്പൗണ്ടുകളെ സിന്തൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് റിയാക്ഷൻസാണ്. ഇതിൻ്റെ കൂടെ പറയാനുള്ളതെന്ന് ഈ ബെൻസീൻ റിങ്ങിൽ അരോമാറ്റിക് റിങ്ങിലുള്ള സൈഡ് ഗ്രൂപ്പുകൾ പലതരം ഇഫക്റ്റുകൾ കാണിക്കാറുണ്ട്. ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുക. ചില ഗ്രൂപ്പുകൾ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യും, ചിലത് അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യും, ചിലത് ഹൈലി ആക്ടിവേറ്റ് ചെയ്യും,
ചിലത് വീക്കിലി ആക്ടിവേറ്റ് ചെയ്യും. അത് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ചില പൊസിഷനുകളിൽ, ഇപ്പോൾ റിങ്ങിലുള്ള ഓർത്തോ പാരാ മെറ്റാ പൊസിഷനുകളിലുണ്ടല്ലോ, ചില പൊസിഷനുകളിൽ ചാർജ് കൂട്ടും, ചില പൊസിഷനിൽ ചാർജ് കുറയ്ക്കും ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അത് ഓരോ ഗ്രൂപ്പാണ്. സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആയിട്ട് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിട്ട് ഉള്ള ഗ്രൂപ്പുകളാണ് ഇതൊക്കെ. NH2, OH, OR. മോഡറേറ്റ്ലി ആക്ടിവേറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, വീക്കിലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ, ഇങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഈ +I - എഫക്റ്റ് കൊണ്ടാണ് വരുന്നത്. ചിലത് ഹൈപ്പർ കോൺജുഗേഷൻ വഴിയും വരുന്നുണ്ട്. ഇപ്പോൾ അതായത് ഫീനോളിൽ OH ഗ്രൂപ്പാണ് അതിൻ്റെ സൈഡ് ഗ്രൂപ്പ്. ഇത് ഓർത്തോ പാര ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഫീനോളിൽ ബ്രോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പൊസിഷനിലും 3 ബ്രോമിൻ ഇതിൻ്റെ മേലെ വരും. അത് അതിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തു, അങ്ങനെ വരുന്നതാണത്. അതുപോലെ തന്നെയാണ് NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും. പക്ഷേ CH3 ആണെങ്കിൽ CH3 അത്ര തന്നെ ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പല്ല. ഒരു പൊസിഷനിലേ വരുള്ളൂ ഇതിൻ്റെ സൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ, അടുത്ത ഗ്രൂപ്പ് വരുമ്പോൾ. ഇത് എന്തുകൊണ്ടത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ചാർജിൻ്റെ ഡീലോക്കലൈസേഷൻ വെച്ചിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനെ മീസോമെറിക് ഇഫക്റ്റ് എന്നാണ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഡ് ഗ്രൂപ്പിലെ ലോൺ പെയേഴ്സ്, സൈഡ് ഗ്രൂപ്പിലെ ചാർജുകൾ ഈ റിങ്ങിലെ പൈ ബോണ്ടുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചില പൊസിഷനിൽ ചാർജ് കൂടുന്നത്, ചില പൊസിഷനിൽ ചാർജ് കുറയുന്നത്. അപ്പോൾ നോക്കി, ഈ OH ഗ്രൂപ്പ്, ഫീനോളിൻ്റെ എക്സാമ്പിൾ എടുത്താൽ, OH ഗ്രൂപ്പ് എടുത്താൽ ആ ഓക്സിജനിലെ ലോൺ പെയർ ഈ ബോണ്ടിലേക്ക് വരും. അതാണ് ആ ആരോ കാണിച്ചിരിക്കുന്നത്. അത് അങ്ങോട്ട് വരുമ്പോൾ ഈ പൈ ബോണ്ട് റിപ്പൽ ചെയ്തിട്ട് ഒരു കോർണറിലേക്ക് വരും. അപ്പോൾ ആ കോർണറിൽ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഈ ലോൺ പെയർ ഇങ്ങോട്ട് കൊടുത്തോണ്ട് ഓക്സിജന് പോസിറ്റീവ് ചാർജ് വന്നു. പിന്നെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ചാടും. അപ്പോൾ ഈ പൈ ബോണ്ട് അവിടുന്ന് റിപ്പൽ ചെയ്ത് ചാടും. അപ്പോൾ നോക്കിയാൽ ചാർജിൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ ഇവിടെ ഈ ഓർത്തോ പൊസിഷനിൽ ചാർജ് വന്നു, ഇവിടെ ഈ പാരാ പൊസിഷനിൽ ചാർജ് വന്നു. ഈ മെറ്റാ പൊസിഷനിൽ ചാർജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ചില പൊസിഷനിൽ മാത്രമാണ് ചാർജ് വരുന്നത്. ഇവ തിരിച്ച് ചാടുമ്പോൾ അടുത്ത ഓർത്തോ പൊസിഷനിൽ ചാർജ് വരും. അപ്പോഴും ഇവിടുത്തെ മെറ്റാ പൊസിഷനിലും ചാർജ് ഇല്ല. ഇങ്ങനെയാണ് ഇത് റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ചില പൊസിഷനിൽ മാത്രം ചാർജ് വരുത്തുന്നത്. ഇത് NH2 ഗ്രൂപ്പ് ആകുമ്പോൾ നൈട്രജനിലെ ലോൺ പെയറാണ് ഇങ്ങനെ ചാടി വരുന്നത്. ഇനി ഈ നൈട്രോ ഗ്രൂപ്പ് ആകുമ്പോൾ, നൈട്രോ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. മെറ്റയിലാണത് അതിൻ്റെ ആക്ടിവേഷൻ വരുന്നത്. അത് ഓക്കെ. ഈ നൈട്രജന് പോസിറ്റീവ് ചാർജ് ഉണ്ടോ? നൈട്രോ ഗ്രൂപ്പിൽ നൈട്രജന് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അത് ആ പൈ ബോണ്ടിനെ അങ്ങോട്ട് പിടിക്കുകയാണ്. അങ്ങോട്ട് പിടിക്കുമ്പോൾ റിങ്ങിലെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും പോസിറ്റീവ് ചാർജ് വരികയാണ്. അപ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ചാർജ് കുറയുന്നു, മെറ്റാ പൊസിഷനിലെ ചാർജിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഓർത്തോയിലെയും പാരയിലെയും ചാർജ് കുറച്ചു, റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്തു. പുതിയൊരു ഗ്രൂപ്പ് വരുമ്പോൾ അത് മെറ്റാ പൊസിഷനിലാണ് പിന്നെ വരിക. അതുകൊണ്ടത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഈ സൈഡ് ഗ്രൂപ്പുകളുടെ ഡയറക്റ്റീവ് ഇഫക്റ്റ്.